അങ്ങനെ നമ്മളെ ഡ്രസ്സ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കഴിഞ്ഞ് പോകണം. അപ്പോൾ നമ്മളിപ്പം ഞാനും ഷർമിയും കൂടെ പോകാൻ പോകുന്നത് ആലക്കോടേക്കാണ്. അപ്പോൾ പിള്ളേർ രണ്ടാളെയും കൂട്ടുന്നില്ല, ഇതുനെയും കൂട്ടുന്നില്ല, ഇനുനെയും കൂട്ടുന്നില്ല. അപ്പോൾ ആദൂനെ ഉറക്കിയിട്ടേ ഉള്ളത്. വേഗം പോയിട്ട് വേഗം വരാമെന്നുള്ള മൈൻഡിലാണ് ഇതും അവിടെ ഉണ്ട്. അപ്പോൾ അവർ കാണാണ്ട് നമ്മൾ വേഗം ഇറങ്ങി മുറ്റത്തിറങ്ങിയിട്ടേ ഇല്ല, ഓള് വരണത്രേ. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഡ്രസ്സും കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കാനുള്ള ടൈം കിട്ടുമോ ഒന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഇതൊക്കെയായിരുന്നു എക്സ്പെക്റ്റേഷൻ, ബട്ട് റിയാലിറ്റി എന്താണെന്ന് ഫുൾ വീഡിയോയിൽ കാണാം. ഇനിയുള്ള വോയിസ് ഒന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല, കാരണം കേൾക്കാൻ നല്ല രസമുണ്ടാവും. എൻ്റെ അനിയത്തിൻ്റെ സംസാരങ്ങളാണല്ലോ. എൻ്റെ വണ്ടിയിലോട് കയറി അപ്പം തുടങ്ങും. നോക്ക് വണ്ടി ലോറിയൊക്കെ വരും, വണ്ടി ഇങ്ങനെ ടൈറ്റിൽ പിടിക്കും, അത്രയും പേടിയാണ് നോക്ക്. അപ്പം ഇനി അങ്ങോട്ടേക്ക് നമ്മൾ നല്ല ബിൽഡപ്പിലാണ് സത്യം പറഞ്ഞാൽ പോയത്. കാരണം കുട്ടികളൊന്നും ഇല്ല, എന്തായാലും അവരുണ്ടാകുമ്പോൾ അവരെ നോക്കണം, നമ്മളെ കാര്യങ്ങൾ നോക്കണം, ഒന്നും നടക്കില്ല. ആ ഒരു വൈപ്പിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ആലക്കോട് എത്താനായിട്ടില്ല, ഇങ്ങനെ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. കുറേ ചുരങ്ങളൊക്കെ ആണ്. ഷർമിൻ്റെ മാപ്പിളാൻ്റെ വീട് ഇങ്ങോട്ടേക്കാണ്, ഈ ഒരു റോട്ടാണ്. അപ്പം നമ്മൾ കുറേ ദിവസത്തിന് ശേഷം കാണുന്നുണ്ടുള്ളൊരു കുറേ മാറ്റങ്ങൾ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം ആക്ച്വലി ഈ ഒരു ഏരിയയിൽ നിന്ന് റോഡ് എന്തോ ഫുള്ള് കാലി ഉണ്ടായിട്ടുണ്ടായേ. നമ്മളിങ്ങനെ പറയാം എന്താ പറ്റിയ റോഡൊക്കെ അങ്ങനെ ഫ്രീ ആണല്ലോ എന്നില്ലേൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് പോവാന്ന്. ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇതാണ് ഉടുവള്ളിത്തട്ടിലെ ആ ഒരു ചുരം. ഇതിറങ്ങുമ്പോൾ നല്ലോണം പേടിച്ചിന്. നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അപ്പോൾ ഇങ്ങനെ ഹോൺ അടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്താ നീ മുന്നോട്ടേക്ക് സെൽഫ് ക്യാമറ ആക്ക്. വേണ്ട നീ പോയേ. ഇതാണ് ഉടുവള്ളിത്തട്ട്. അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പിന്നെ ഫുള്ള് റോഡ് ഫുള്ള് കാലിയുണ്ടായേ. വണ്ടിയും കാര്യങ്ങളൊക്കെ വളരെ കുറവുണ്ടായേ. എവിടെയും ആൾക്കാരും എല്ലാം കുറവ്, ഷോപ്പൊന്നും ഒട്ടും ഓപ്പൺ ഉണ്ടായിട്ട് ഇങ്ങനെ വൈബിൽ പോവാന്ന്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഇവിടെ എത്തിയല്ലേ മനസ്സിലായേ, ഇവിടെ ഷോപ്പൊന്നും ഓപ്പൺ ഇല്ല. അങ്ങനെ ഇത്രയും ദൂരം ഓടിയിട്ട് ദുഃഖവെള്ളിയാവും. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ദുഃഖവെള്ളി ആയതുകൊണ്ട് തന്നെ ഒരു ഷോപ്പും ഓപ്പൺ ഇല്ല, എല്ലാം ക്ലോസ് ആണ്. കണ്ട ഒരു ഷോപ്പും ഓപ്പൺ ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും റഷൊക്കെ കുറവുണ്ടായത്. നമ്മൾ ഇത്രയും ദൂരം ഓടിയത് വെറുതെ വേസ്റ്റ്. നമുക്ക് രണ്ടാൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഷോപ്പ് തുറക്കും. പോവാ. കുപ്പാന്ന് വെച്ച് കുറച്ച് കാലം എന്താന്നറിയില്ല, ഇതിപ്പോ എല്ലാം കൂട്ടീന് നമ്മള് ആലക്കോടെത്തി. ഒരു പേടികൾ തുറന്നിട്ടില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നില്ല മൈൻഡായി. വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പോയിട്ടില്ല, കളമ്പേരത്തില് തുറന്നു. എന്തായാലും നമ്മള് ശശിയായിരിക്കും. കുറച്ച് മുമ്പോട്ട് പോകും. അങ്ങനെ നമ്മൾ മടക്കയാത്രയിൽ അറിയില്ല. ഇനി നമുക്ക് ഇതുപോലൊരു ചാൻസ് കിട്ടൂല. കാരണം ഇങ്ങനെ ഇനിയും എന്തായാലും വീട്ടിൽ നിന്ന് ഉമ്മ ഉപ്പാവും കുഞ്ഞിനെ നോക്കൂല. അപ്പോൾ നമ്മളങ്ങനെ ഒരു കരിമ്പൻ ജ്യൂസൊക്കെ കുടിച്ച് എന്താക്കി
തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന്. വെറുതെ വേസ്റ്റായി, നമ്മളെ സമയം വേസ്റ്റായി. എന്തായാലും ഒരു വൈബായി. അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് മെഞ്ഞാന്നാണ് ഈ ഒരു പോയത്. ഇന്നലെ നമ്മൾ വീണ്ടും ആലക്കോടേക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.